ചേച്ചി ഇപ്പൊ ആരോഗ്യസ്ഥിതിയൊക്കെ എങ്ങനെയുണ്ട്? ഇപ്പൊ എങ്ങനെയാ പോകുന്നത്? ഹോസ്പിറ്റലിൽ നിന്ന് വന്നേ ഉള്ളോ? അങ്ങനെ ഹോസ്പിറ്റലിന് അന്നും പോയിട്ടും പോകുന്നതാണ് ചെല്ലാൻ പക്ഷേ അപ്പൊ ഇത് ഊരാറായിട്ടില്ല. അപ്പൊ ഇനി ചുമയും ഇതൊക്കെ കഴിഞ്ഞിട്ട് ചെല്ലാൻ പറഞ്ഞു പോവാന്ന് വിചാരിച്ച് അങ്ങനെ നിക്കണം. ഇപ്പൊ ഇവിടെ ഇപ്പൊ ആരാ നോക്കാനുള്ളത്? എന്റെ ഇഴയാങ്ങളിന്ന് കൊണ്ടുപോകണം. അവരെല്ലാരും വഴക്കായിരുന്നു. ഇപ്പൊ ഇങ്ങനെ രോഗം വന്നപ്പോ എല്ലാരും സ്നേഹത്തിലായി, എല്ലാരും ഒരുമിച്ചായി. അപ്പൊ ഒരു 2023-ലല്ലേ ചേച്ചി ആ ഒരു അനാഥാലയത്തിലേക്ക് പോയതൊക്കെ? അപ്പൊ അങ്ങനെ പോവാനുണ്ടായ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? പോകാനുണ്ടായത് എൻ്റെ ഒരു അനിയത്തി ഇവിടെ താമസിച്ചോണ്ടിരുന്നേച്ചി. അപ്പൊ അവൾക്ക് ഒരു പ്രശ്നം അങ്ങനെ ഭയങ്കര ഒരു മാനസികമായിട്ട്. അപ്പൊ ഞങ്ങൾക്കൊരു കൊപ്രാക്കളമുണ്ട്, അവിടെ പോയി കിടന്ന് 3-4 ദിവസം. അത് കഴിഞ്ഞിട്ട് ഞാൻ സീമനെ വിളിച്ച് കരഞ്ഞു കഴിഞ്ഞപ്പോ സീമ അവളെ കൊണ്ടാക്കി തന്നു. പോലീസ് സ്റ്റേഷനിൽ പോയി അവരെഴുതി കൊടുത്തിട്ടൊക്കെ കൊണ്ടുപോയത്. അപ്പൊ ആ സമയത്ത് സീമ ചേച്ചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ? സീമൻ ചേച്ചി മാത്രമേ ഉണ്ടായുള്ളൂ. വേറെ ആരോടൊന്നും പറഞ്ഞില്ല. സീമനെ എല്ലാവർക്കും ഉപകാരം ചെയ്യണത്. അപ്പൊ സീമനോടാ പറഞ്ഞത്. അപ്പൊ അന്നത്തെ പോയ വീഡിയോസ് ഒക്കെ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ചേച്ചി ഒരുപാട് മാനസികമായിട്ടുള്ള ഭയങ്കര തളർന്നൊരവസ്ഥയിലായിരുന്നു. അപ്പൊ ആ സമയത്ത് എങ്ങനെയായിരുന്നു ഈ സിനിമ ഫീൽഡിൽ അത്രയും നല്ലതായിട്ട് നിന്ന് ഒരു നല്ല രീതിയിൽ കുറെ വേഷങ്ങളൊക്കെ ചെയ്ത് നിന്നിട്ട് പെട്ടെന്ന് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോ? അന്വേഷിക്കാനും അങ്ങനെയൊന്നും ആരും ചെയ്യില്ല. നമ്മ നല്ല വേഷമൊക്കെ ചെയ്ത് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നെങ്കിൽ എല്ലാരും തിരക്കും, ഇല്ലെങ്കിൽ ആരും ഇല്ല. എന്നാലും നമ്മളെ കാണുമ്പോ സംസാരിക്കുകയൊക്കെ ചെയ്യും. അമ്മ സംഘടനയാണ് ശരിക്കും വീടൊക്കെ വെച്ചത് അല്ലേ? സ്ഥലം തന്നത് അനിയനാണെന്ന് തോന്നുന്നു, ആങ്ങളെയാണ് തന്നത്. അപ്പൊ അതെങ്ങനെയായിരുന്നു ഒരു വീട് വെച്ച് തരേണ്ട ഒരു സാഹചര്യമൊക്കെ? അത് എന്റെ ഹസ്ബൻഡ് മരിച്ചു കഴിഞ്ഞപ്പോ ഇടവേള വാവ് വന്ന് അപ്പോഴാണ് അതിന് ഞാൻ വാടക വീട്ടിൽ ഞാൻ താമസിക്കണമെന്ന്, ഞാൻ നല്ല രീതിയിൽ ജീവിക്കണമെന്നാ വിചാരിച്ചത്. അപ്പൊ അവർക്ക് ആദ്യമേ അറിയില്ലായിരുന്നു ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത്? അവര് ഞാൻ നല്ല രീതിയിൽ ജീവിക്കണം ഇത്രയും സിനിമയിലൊക്കെ അഭിനയിച്ചല്ലേ. അപ്പൊ ബാബു എന്നോട് പറഞ്ഞ് ചേച്ചി ഒരു 3 സെന്റ് സ്ഥലമാണെങ്കിൽ വീട് വെച്ച് തരാന്ന് പറഞ്ഞു. അങ്ങനെയാണ് വീട് വെച്ച് തന്നത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം പാലുകാച്ചലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ടേക്ക് വന്നു? പാലുകാച്ചലിനൊന്നും ഞാൻ വന്നില്ല, അനിയത്തിനൊരു പ്രശ്നമില്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു അവർക്ക് വീടില്ല, അപ്പൊ അവര് കയറിക്കൊണ്ടില്ല. ഞാൻ ഒറ്റക്ക് പമ്മിച്ചല്ലായി അമ്മയുടെ കൂടെ അവിടെ നിന്ന്. ചേച്ചിക്ക് അങ്ങനെ പറയാൻ എങ്ങനെ തോന്നി? കാരണം എന്താ വെച്ചാല് ആദ്യം മുതലേ ചേച്ചിയാണ് കുടുംബം നോക്കിക്കൊണ്ടിരുന്നത്. ഒരു ചേച്ചി സിനിമയിലേക്ക് വന്നത് തന്നെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അവര് പറയണത് പണ്ടല്ലേന്നാ പറയണ. അപ്പൊ അതൊക്കെ മറന്നുപോയി അവര്? അല്ല, മറന്നുപോയി. അത്രയും മറന്നുപോയി. അത്രയും മാനസിക പീഡനവും കൃഷിയായിരുന്നു. പിന്നെ ഞാനായതുകൊണ്ട് അപ്പൊ കൊപ്രാക്കാലത്തിൽ പോയി കിടന്നില്ല. അപ്പൊ ഞാനോട്ട് ഇനി ജീവിക്കല്ല. എനിക്ക് മാനസികമായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത്രയൊക്കെ വളർത്തി പോറ്റി കൊണ്ടുവന്നു കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പൊ എല്ലാരും നല്ല സ്നേഹത്തിലൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു സമയത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുടുംബമൊക്കെ നോക്കി അത്രയും സിനിമകളൊക്കെ ചെയ്ത് കഷ്ടപ്പെട്ടാണ് ഓരോ സിനിമകളും വേഷങ്ങളും ഒക്കെ നമുക്ക് കിട്ടുന്നത് പോലും. ആ ഒരു സമയത്തൊക്കെ അത്രയും കുടുംബങ്ങളൊക്കെ നോക്കി, ഒരു കുടുംബം നോക്കി അനിയത്തിമാരെ പഠിപ്പിച്ചു, കല്യാണം കഴിപ്പിച്ചു, അങ്ങനെയൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഒറ്റപ്പെടലിലേക്ക് വരുമ്പോഴേക്കും ചേച്ചി എങ്ങനെയായിരുന്നു അത്? ഭർത്താവും മരിച്ചു. ആ ഒരു സമയത്ത് എങ്ങനെയായിരുന്നു സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ടൈം? ദൈവത്തിനെ വിളിച്ച്, ദൈവമല്ല നമുക്ക് ആരും ഇതല്ല. അങ്ങനെ ബാബു വന്ന് വീടിന്റെ കാര്യം നോക്കി. ഈ വീടും കൂടി ഇല്ലാന്നെങ്കിൽ ഞാൻ വലിയ റോട്ടിൽ നടക്കേണ്ടി വന്നാലേ. അവര് കല്യാണം കഴിച്ചൊക്കെ ജീവിക്കണല്ലേ, അവർക്ക് നമ്മളൊരു ബാധ്യതയാവൂലേ. അങ്ങനെയൊക്കെ പറഞ്ഞ് അത് കാരണം എന്തു ചെയ്യും എന്നറിയാൻ പറ്റാതെ നിക്കണെന്ന്. ഇപ്പൊ ഹോസ്പിറ്റലിൽ കഴിഞ്ഞപ്പോ തന്നെ മലയാള മനോരമയിൽ ഞാൻ കൈ ഇങ്ങനെ കെട്ടി വെച്ചേക്കാണ്. ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോ കൂടെ നിന്നത്. അപ്പൊ ഒത്തിരി പേര് പൈസ അയച്ചു തന്നു. അവരതെല്ലാം അഴിച്ചു മാറ്റി തന്നില്ല ഒന്നും. പിന്നെ അവിടുന്ന് കുറച്ച് കണക്കിനാണ് പോകുന്നത്. ചേച്ചിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പൈസ ആയിരുന്നില്ലേ അത് തരണം എന്നുള്ളൊരു, ചേച്ചിക്ക് അവകാശപ്പെട്ട ഒരു പൈസയാണ്. ആ ഒരു ഇതുപോലും കിട്ടാതിരിക്കുന്ന സമയത്ത് ചേച്ചിക്ക് ഇങ്ങനെ പിടിച്ചു പറിച്ച് നോക്കാനൊന്നും പറ്റില്ലെങ്കിൽ ഫോൺ വഴിയായിട്ട് അവക്കില്ലായിരുന്നു ഫോൺ. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പോകണല്ലേ,
പോകുന്നുമ്പ് ഞാൻ ആ ഫോൺ മേടിച്ചപ്പോഴേക്കും 2,25,000 രൂപയായി. ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് കണ്ണ് കഴിഞ്ഞ് നോക്കിയപ്പോൾ 1,00,000 തികച്ചില്ല. അവളതുകൊണ്ട് എന്തൊക്കെയോ ചെയ്തു, മൊബൈലോ എന്തൊക്കെയോ ചെയ്തു. ഞാനൊന്നും ചോദിക്കാനൊന്നും പോയില്ല, ദൈവം ഒരു കൂടി കാണിച്ചു. അതാ ഇപ്പൊ എനിക്കിത് ചെയ്യാൻ കൂടി പൈസ ഇല്ലാതിരിക്കുന്നത്. ആ സമയത്ത് അവരിങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ചേച്ചിക്ക് പിടിച്ചു മറിച്ച് മേടിക്കാനോ അല്ലെങ്കിൽ എനിക്ക് താന്നൊന്നും പറയാനൊന്നും പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷെ നമുക്ക് വേണ്ടി ചോദിക്കാൻ ആരുമില്ല എന്നുള്ളൊരു ചേച്ചിക്കകത്തോ ചില പക്ഷേ ആർട്ടിന്റെ അസുഖമൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ നമ്മളെ ചോദിച്ചു അയാൾക്ക് വല്ലതും വന്നു കഴിഞ്ഞാൽ ആ മനസ്സിലെ വിഷമം. അപ്പൊ ചേച്ചിക്ക് പറ്റുമെന്ന് എന്താ ആലോചിക്കാത്തെ? സാരല്ല, ഞാൻ വർഷത്തല്ലേ പോയി എന്ത് നോക്കാന്. അങ്ങനെ വിചാരിച്ചാ ഞാൻ എപ്പോഴും ജീവിക്കുന്നത്. ഇപ്പം ചേച്ചിനെ അറിയുന്ന കുറെ പേരുണ്ടാവും, അല്ലെങ്കിൽ ഇപ്പം അവരങ്ങനെ കാണിച്ചു എന്ന് വെച്ചാൽ ഒരിക്കലും ഒറ്റപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്കാണ് അങ്ങനെ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. ഇപ്പൊ ഇത് കാണുന്ന കുറെ പേരുണ്ടെന്നുണ്ടെങ്കിൽ അവരും ഉണ്ടാവും, ആരെങ്കിലും അന്വേഷിച്ചു. പക്ഷെ ആ സമയത്ത് ആരും ഉണ്ടാവില്ല, ഒന്നും വേണ്ട, നമ്മളൊരു ഫോൺ ചെയ്യാൻ കൂടി ആരുമില്ല. അങ്ങനെ ഒരവസ്ഥയിലെങ്കിലും നമ്മളാണെങ്കിൽ പൈസയൊക്കെ വല്ലതും ചോദിച്ച് ശീലമില്ലല്ലോ. അപ്പൊ ഇതിന് 5,00,000 രൂപ അമ്മയിൽ നിന്ന് ക്ലെയിം കൃഷിയായിരുന്നു, അത് ഓപ്പറേഷന് ചെലവായി. ഇനിയിപ്പോ ഇതിന് വേറെ പൈസ വെക്കണം. ആരെങ്കിലും തരാന്നോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ? ആരും ഒന്നും കേൾക്കാൻ നേരമില്ല. ആരോടെന്ത് പറയാനാ, ഞാൻ അങ്ങനെ ആരോടൊന്നും പറയൊന്നുമില്ല. അവര് കണ്ടതാണല്ലോ ഇങ്ങനെ ചെന്നത്, അങ്ങനെ ആരും ഒന്നും ചോദിക്കുന്നില്ല. അമ്മയുടെ മീറ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ടായിരുന്നില്ലേ? ഈ 2 ആഴ്ചക്ക് മുമ്പ് ഇങ്ങനെ ആയതുകൊണ്ട് പോയതാണ്. അപ്പൊ അതിന്റെ മീറ്റിംഗ് ആയിരുന്നെന്ന് തോന്നുന്നേ. അപ്പൊ അങ്ങനെ കാണിച്ചോളൂ, അല്ലാതെ വേറെ ഒന്നുമില്ല. ചോദിക്കേ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. സുരേഷ് ഗോപി ബീനല്ലേന്ന് ചോദിച്ചു, മമ്മൂട്ടി അവരൊക്കെ സ്നേഹത്തിലൊക്കെ സംസാരിച്ച്. എല്ലാവരുടെ ഒപ്പം ഒരുപാട് വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ നമുക്കിപ്പോഴും ഓർമ്മ നിൽക്കണ വേഷം എന്ന് പറഞ്ഞാൽ കല്യാണരാമനിലുള്ള ഒരു വേഷമാണ് നമുക്കിപ്പോഴും ഓർമ്മ നിൽക്കുന്നത്. അപ്പം ഒരുപാട് വേഷങ്ങൾ നായികയായിട്ടൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും പെട്ടെന്ന് നമുക്ക് ഓർമ്മ നിൽക്കുന്നത് കല്യാണരാമനിലെയാണ്. 10-20 വർഷമായി അഭിനയിച്ചുള്ളൂ. അങ്ങനെ വെച്ച് അഭിനയിക്കാൻ കൊള്ളുവയസൊന്നുമില്ല, നമ്മളാരും വിളിക്കൊന്നുമില്ല. പിന്നെ പണ്ടത്തെ അറിയുന്ന ആൾക്കാരാണെങ്കിലും വിളിച്ചാ പോയി ചെയ്യാൻ അത്രയേ ഉള്ളൂ. 10-20 വർഷമായി അഭിനയിച്ചുള്ളൂ. അങ്ങനെ ഒന്നും അമ്മ ചോദിക്കാനൊരു അങ്ങനെയുള്ള ഒരു ഒന്നും എനിക്കറിയാൻ പാടില്ല. വിളിച്ചാൽ പോവും, അഭിനയിക്കുക, അത്രയേ ഉള്ളൂ. എപ്പോഴും അഭിനയിച്ചോണ്ടിരിക്കണം എന്നുള്ളൊരു ആഗ്രഹം എപ്പോഴും മനസ്സിൽ അതെന്താവില്ല, അത് നമുക്ക് വേഷം കൃഷിയാലല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഒത്തിരി പേര് ഇറങ്ങിയിട്ടുണ്ടല്ല. എനിക്ക് നാവിന് ഭയങ്കര തളിപ്പുണ്ടേ, ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ സംസാരിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. എല്ലാവർക്കും സിനിമാക്കാർക്കൊക്കെ സ്നേഹം തന്നെ, പിന്നെ എല്ലാവർക്കും അവരുടേതായുള്ള പ്രശ്നങ്ങളുണ്ടല്ലോ, ആരും ഒന്നിനും ഇടപെടില്ല. അപ്പൊ ഓരോരുത്തർ ചോദിക്കും ആരെങ്കിലും വന്നാ കാണാന്നൊക്കെ. അപ്പൊ ഹോസ്പിറ്റലിൽ സീമ വന്നു, അപ്പൊ ഡോക്ടർമാര് പറഞ്ഞ് ആരെയും കാണാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ സീമ വന്നിട്ട് പോയായിരുന്നു. എവിടെന്നെങ്കിലും മാറ്റി നിർത്തപ്പെട്ടു എന്ന് തോന്നിയിട്ടുണ്ടോ? മൊത്തം മാറ്റി നിൽക്കലില്ല, വീടും ഒക്കെ ആയിട്ട് നിൽക്കലില്ല. എന്നാലും നമ്മെല്ലാം സഹിച്ച് ജീവിച്ചു പോകണ്ടേ. ഒറ്റക്കൊക്കെ ജീവിക്കാനുള്ള തന്നെയൊന്നുമില്ല. ഈ കൊച്ചിനാണെങ്കിലും നമ്മൾ പൈസ കൊടുക്കണ്ടേ, നമ്മുടെ കൂടെ നിൽക്കണല്ലേ. ഈ ശ്വാസം മുട്ടലൊക്കെ വരുവേ, അന്നേരം അതാണ് ഓരോന്നെ ചെയ്തു തന്നത്. ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന സമയത്ത് ആരായിരുന്നു? ആങ്ങളുടെ കക്ഷിയാള് ചോറും അതങ്ങനെ കൊള്ളുന്നല്ലോ, കാലത്ത് ഉച്ചക്കും രാത്രിയും കൊള്ളുന്നല്ലോ. എനിക്ക് കഴിക്കാൻ പറ്റില്ല, ചോറൊന്നും കഴിക്കാൻ പറ്റില്ല.